അല്ലയോ വാസുദേവ, ചിത്തശുദ്ധി വരുത്തുവാൻ എന്താണ് ചെയ്യേണ്ടത്? കേട്ടുകൊള്ളൂ പാർത്ത. ഒരുവൻ ചിത്തശുദ്ധി വരുത്തണമെങ്കിൽ അവന് നിരന്തരമായ ഈശ്വര പ്രാർത്ഥനയും ഈശ്വര മന്ത്രജപവും അത്യാവശ്യമാണ്. കൂടാതെ അവൻ ഒരു ചിട്ടയായ ജീവിതം നയിക്കുന്നവനായിരിക്കണം. അവൻ എപ്പോഴും സഹജീവികളോട് കാരുണ്യമുള്ളവനും എപ്പോഴും എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനുമായിരിക്കണം. കൂടാതെ സ്വന്തം കർമ്മങ്ങൾ എല്ലാം ഭഗവാനാണ് ചെയ്യുന്നത് എന്ന ബോധത്തോടുകൂടി ജീവിക്കുന്നവനായിരിക്കണം. അങ്ങനെയുള്ള രീതിയിൽ എപ്പോഴും ഈശ്വര പ്രാർത്ഥനയോടുകൂടെയും ഈശ്വര മന്ത്രജപത്തോടുകൂടെയും ജീവിക്കുന്നവനായിരിക്കണം. കൂടാതെ ധർമ്മഗ്രന്ഥങ്ങൾ പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നവനുമായിരിക്കണം. എല്ലാവിധ കർമ്മങ്ങളും നിസ്വാർത്ഥപരമായ കർമ്മങ്ങൾ ചെയ്യുന്നവനായിരിക്കണം.